Greetings to you all in the matchless name of our Lord and Savior Jesus Christ. I want to warmly welcome you all, each one of you, for today's CA meeting. It is almost 3 months since we have conducted our last meeting. It was due to our summer vacations, and God kept us safe and sound when we are on a vacation and brought us back safely. Before we begin, I would like to welcome the host of today's CA meeting, Sister Julie Joseph, my mother, please. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം നമുക്ക് CA മീറ്റിംഗായി ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മോൻ പറഞ്ഞതുപോലെ എന്നെ വെൽക്കം ചെയ്യുവാൻ അവനെ ദൈവം സഹായിച്ചല്ലോ, അതും ഒരു പ്രിവിലേജായിട്ട് ഞാൻ കരുതുന്നു. അടുത്ത 1 മണിക്കൂർ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന്, നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവരെല്ലാവരും അവരുടെ താലന്തുകളെ ഇവിടെ വന്ന് പ്രദർശിപ്പിക്കുമ്പോൾ കർത്താവ് അവരെ സഹായിക്കേണ്ടതിന്, നന്നായി അവരേറ്റിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കേണ്ടതിന് വരുന്ന 1 മണിക്കൂർ അത് നമ്മുടെ ജീവിതത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വളരെ അനുഗ്രഹമായി എന്ന് പറയുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ എല്ലാ നടത്തിപ്പിൻ്റെ അനുഗ്രഹത്തിനായി ബ്രദർ ബിബിൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസനം വാക്കുമാനത്തിനുമാവും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടാനുള്ള ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭാരാധന കഴിഞ്ഞ കർത്താവെ തീമലളിയ CA മീറ്റിംഗുമായി കർത്താവിൻ്റെ പാദപീഠത്തെ ഇങ്ങോട്ട് ഞങ്ങൾ അടുത്ത് വരികയാണ്. കർത്താവെ, തീമലളിയ പല പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പ്രിപ്പയർ ആയിരിക്കുന്നു. കർത്താവ് അവരെ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവ് എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. ഒരുങ്ങുന്ന കാര്യങ്ങളും തീമലളിയ സ്തോത്രം ചെയ്യുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഉപരിയായി ദൈവിക സാന്നിധ്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ ഓരോ പ്രോഗ്രാമുകളിലും ദൈവത്തിൻ്റെ കൃപ കൂടുതലായി വ്യാപരിക്കാൻ എല്ലാം ദൈവം ഇടയാക്കണം. പ്രാർത്ഥന കൃപയ്ക്കായ സ്തോത്രം സർ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിൻ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥിപ്പാൻ സഹോദരനെ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് നാം ഒരു സോങ് കേൾക്കാൻ പോവുകയാണ്, ഡ്യുവറ്റ് സോങ്, ക്രിസ, ഷിബി ആൻഡ് അലീന ബിനു. Children, may His favor be upon you and 1,000 generations, and your family and your children and the children and the children. May His presence go before you and behind you and beside you, all around you and within you. He is with you, He is with you. May His presence go before you and behind you and beside you, all around you and within you. He is with you, He is with you in the morning, in the evening, in your coming and your going.
you. കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും പാടുവാൻ കർത്താവരെ ബലപ്പെടുത്തിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. ദൈവസന്നിധിയിൽ പിന്നെയും നമുക്ക് ആയിരിക്കാം. അടുത്ത പ്രോഗ്രാമിന് വേണ്ടി ഈതൻ ബിബിനെ ക്ഷണിക്കുന്നു. ഓർഡർ ഓഫ് ബുക്സ് ആണ്. കുഞ്ഞുങ്ങളും പ്രായമുള്ളവരെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അവർക്കും അവരാദ്യമായിട്ടൊക്കെ ആയിരിക്കും പ്രോഗ്രാം വന്ന് ചെയ്യുന്നത്. അവരെ നമ്മൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓർഡർ ഓഫ് ബുക്സ് ഈതൻ ബിബിൻ. Praise the Lord. Old Testament: Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, 1 Samuel, 2 Samuel, 1 Kings, 2 Kings, 1 Chronicles, 2 Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hosea, Joel, Amos, Obadiah, Jonah, Habakkuk, Zephaniah, Haggai, Zechariah, Malachi. New Testament: Matthew, Mark, Luke, John, Acts of the Apostle, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation. Thank you. പ്രൈസ് ലോർഡ്. കർത്താവ് ബൈബിളിനെ ബലപ്പെടുത്തിയല്ലോ. ന്യൂ ടെസ്റ്റ്മെൻറ്റും ഓൾഡ് ടെസ്റ്റ്മെൻറ്റും അത് ക്രമത്തോടെ പറയുവാൻ കർത്താവ് ബൈബിളിനെ ബലപ്പെടുത്തിയല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവന കേൾക്കാൻ പോവുകയാണ്. അതിനായി സിസ്റ്റർ ജോസി ബിജോയിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ദേവദാസനും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഭാവനയുടെ പേര് ഞാൻ കുഞ്ഞമോൻ ആൻ്റണി. പതിവ് പോലെ ഡ്യൂട്ടി ടൈമിന് അല്പം മുമ്പ് ഓട്ടം കഴിഞ്ഞ് വാഹനം പാർക്ക് ചെയ്തു. ശേഷം റൂമിൽ വന്നു. ആരാധനയ്ക്ക് പോകാൻ കുളിച്ച് റെഡിയായി കണ്ണാടിയിൽ നോക്കി മുഖം മെനുക്കി മുടി ചീകി ഒന്ന് നോക്കി. കൊള്ളാം, തരക്കേടില്ല. റൂമിൽ പുതുതായി വന്ന സഹോദരൻ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ പുറത്തേക്കിറങ്ങി. കഴിഞ്ഞ ദിവസം അവനോട് വരുന്നോ എന്ന് ചോദിച്ചതാ. ഇല്ല എന്ന് പറഞ്ഞു. അവന് വേണമെങ്കിൽ വരട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് വേഗം നടക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച വാക്കുകൾ സൗകര്യപൂർവ്വം വിഴുങ്ങി. എന്നിട്ട് ആരാധനാലയത്തിലേക്ക് നടന്നു. ജോലിക്കാരുടെ സൗകര്യാർത്ഥം വൈകുന്നേരം ആരാധന നടത്തുന്നത് കൊണ്ട് പങ്കെടുക്കാൻ കഴിയുന്നു. കാരണം ആകെയുള്ള ഒരു അവധി ദിവസം ഓവർ ടൈം ചെയ്യണം. പാർട്ട് ടൈം, ഫുൾ ടൈം, ഓവർ ടൈം എല്ലാം ചെയ്തിട്ടും ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ദാ വരുന്നു ഒരുത്തൻ കയ്യെ നീട്ടിക്കൊണ്ട്. ഓ ശല്യമായല്ലോ. മേലനങ്ങി പണിയെടുക്കാൻ വയ്യാതെ ഇറങ്ങിക്കോളും ഓരോന്ന്. അപ്പോഴാണ് ഓർത്തത് ആരാധനയ്ക്ക് പോവുകയാണല്ലോ എന്ന്. മനസ്സോടെ പേഴ്സ് തുറന്ന് ഏറ്റവും ചെറിയ നോട്ട് തപ്പി കണ്ടുപിടിച്ച് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് സാക്ഷ്യം പറയാമല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. നീയോ ഫിഷ കൊടുക്കുമ്പോൾ നിന്റെ ഫിഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത് എന്ന വാക്യം മനസ്സിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നിയതാ. ആരാധന ഹാൾ ലക്ഷ്യമാക്കി നടന്നു. സമയം ഇത്തിരി വൈകി, എങ്കിലും ഇത്തിരി പതിയെ നടക്കുന്നുള്ളൂ. എൻ്റെ വില അവർ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എന്നെപ്പോലെ ആരാധിക്കുന്ന ആരുണ്ട് സഭയിൽ? കഴിഞ്ഞ ആഴ്ചയിൽ കൂടെ ദേവദാസൻ പറഞ്ഞു, ആരാധിക്കുന്നുവെങ്കിൽ ഈ സഹോദരനെ പോലെ ആരാധിക്കണമെന്ന്. അത് കേട്ട് ഹൃദയത്തിൽ നിഗളം തോന്നിയെങ്കിലും പുറമേ ഞാൻ മൗനമായിരുന്നു. ഓരോന്ന് ചിന്തിച്ച് നടന്ന സ്ഥലം എത്തിയതറിഞ്ഞില്ല. പാട്ട് കേൾക്കുന്നു. അപ്പോൾ ആരാധന കറക്റ്റ് സമയത്ത് തന്നെ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും എന്താ, ഒരു അനക്കം വേണമെങ്കിൽ ഞാൻ ചെല്ലണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നൊരു ശബ്ദം കേട്ടു. ഓ, എനിക്ക് വെറുതെ തോന്നിയതാ. പേടിച്ചു പോയി. അകത്ത് കയറി സ്ഥിരമായി ഇരിക്കാറുള്ളിടത്ത് ഇരുന്നു. ദേവദാസൻ എന്തൊക്കെയോ പറയുന്നു. കുറച്ചു പേർ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ അശ്രദ്ധമായിരിക്കുന്നു. വേഗം അടുത്ത പാട്ട് തുടങ്ങിയിരുന്നുവെങ്കിൽ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ എന്ന ദേവദാസന്റെ ശബ്ദം കേട്ടു. പിന്നെ പണിയൊന്നുമില്ല, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരം ഉയർത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ എന്ന വാക്യം ഹൃദയത്തിൽ വന്നത് ശ്രദ്ധിക്കാനേ പോയില്ല. അപ്പോഴേക്കും പാട്ട് പാടി എല്ലാവരും ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ഇന്ന് എന്തോ ഒരു പ്രത്യേകത പോലെ, ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, കാഹള ശബ്ദം കേട്ടതുപോലെ ശക്തമായി ദൈവത്തെ ആരാധിച്ചു. എല്ലാവരും ക്ഷീണിച്ച് നിർത്തിയെന്ന് തോന്നുന്നു. ഞാൻ നിർത്താൻ പോയില്ല. എല്ലാവരും കേൾക്കട്ടെ എൻ്റെ ആരാധന. പക്ഷേ ദേവദാസന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ.
ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ച കണ്ണ് അല്പം തുറന്ന് ചുറ്റും നോക്കി. എന്താണിത്? ആരെയും കാണുന്നില്ലല്ലോ. ഒരു നിമിഷം അന്താളിച്ച് നിന്ന ഞാൻ പതിയെ ആ സത്യം മനസ്സിലാക്കി. ഞാനൊഴിച്ച് എല്ലാവരും എടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിലവിളി തൊണ്ടയിൽ കുരുങ്ങി, നെഞ്ചു പൊട്ടിപ്പോകുന്നത് പോലെ. പെട്ടെന്ന് പുറകോട്ടും തിരിഞ്ഞു നോക്കി. പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുവാൻ പോലും അറിയാത്ത ഒരു സഹോദരൻ പുറകിലിരിക്കുമായിരുന്നു. അവനെയും കാണുന്നില്ല. കർത്താവ്, അവനും എടുക്കപ്പെട്ടോ? ഒന്ന് കരയാൻ പോലും കഴിയാതെ ജീവശവമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി, ഇനിയൊരു പ്രത്യാശയ്ക്ക് വകയില്ലാത്തവനായി പുറത്തേക്ക് നടന്നു. 2 പത്രോസ് 1:10 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കർത്താവ് പ്രിയ സഹോദരിയെ സഹായിക്കട്ടെ. ഭാവനയൊക്കെ നമ്മൾ കേട്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൂത് അതിനകത്തുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും ഉള്ള ദൂതുണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഭാവന എഴുതുവാനും വായിക്കുവാനും പ്രിയ സഹോദരിയെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത ആഴ്ച തൊട്ട് എല്ലാവരും സീറ്റൊക്കെ മാറിയിരിക്കുമായിരിക്കും. പറയുന്ന സീറ്റൊക്കെ മാറി മുന്നോട്ടിരിക്കുകയും മുന്നോട്ടുള്ളവർ മാറി അങ്ങോട്ടൊക്കെ ഇരിക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. പറഞ്ഞതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട സോളോ സോങ് കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞു പൈതൽ ലിയാനെ ടിജു. നമ്മുടെ AGMDCയുടെ പ്രെയറിനൊക്കെ ഇപ്പം നന്നായിട്ട് പാടുന്ന, നല്ല ട്രെയിനിങ് കിട്ടി നന്നായി പാടുന്ന നമ്മുടെ കുഞ്ഞാണ് ലിയാനെ ടിജു. Praise the Lord. Greetings to you all in the name of Jesus Christ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റ കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റ കൊതിയാണപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ഞാനാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ. അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. ഞാനാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ. അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്വരമകറ്റി നിർത്തപ്പെട്ടാലും വേണമപ്പാ നിന്നാദം എനിക്ക് കൊതിയാണപ്പാ. ആ സ്വരം കേൾപ്പാൻ. എന്നെ സ്വരമകറ്റി നിർത്തപ്പെട്ടാലും വേണമപ്പാ നിന്നാദം എനിക്ക് കൊതിയാണപ്പാ. ആ സ്വരം കേൾപ്പാൻ.
നല്ല ഫീലോടെ കൊതി തീരെ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു പിതാവിനെ പറ്റി പാടി നമ്മളെ കേൾപ്പിക്കാൻ പൈതലിനെ ദൈവം സഹായിച്ചല്ലോ. തുടർന്നും ഉള്ള താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ട്രെയിൻ ചെയ്യാൻ പേരൻസിനെയും കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നാം ഒരു സാം ബൈ ഹാർട്ട് കേൾക്കാൻ പോവുകയാണ്. അതിനായി മാസ്റ്റർ സ്റ്റീവ് സെസിലിനെ ക്ഷണിക്കുന്നു. Lord is my shepherd, I shall not be in want. He makes me lie down in green pasture. He makes me beside quiet waters. He restores my soul. He guides me in paths for His righteousness, for His name's sake. Even though I walk through the valley of the shadow of the death, I will fear no evil, for You are with me. Your rod and Your staff, they comfort me. You prepare a table before me, presence of my enemies. And my head returned and my cup flows. Oh, surely goodness and mercy shall follow you all the days of my life, and I'll dwell in the house of the Lord forever. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കാണാതെ പറയുവാൻ കർത്താവ് പൈതലിനെ സഹായിച്ചല്ലോ. അവരുടെ ചെറിയ പ്രായത്തിൽ അവർ പഠിക്കുന്ന വചനങ്ങളൊക്കെ അവരുടെ ബുദ്ധിയിൽ സംഗ്രഹിച്ച് തുടർന്നുള്ള ഭാവി ജീവിതത്തിൽ അവർക്കത് അനുഗ്രഹമായി തീരാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നും അങ്ങനെ വചനങ്ങളെ പഠിപ്പിക്കാനൊക്കെ നമ്മുടെ പേരൻസിനെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. കുഞ്ഞു പൈതങ്ങളെല്ലാം വരുന്ന ആഴ്ചകളിൽ വചനമൊക്കെ പഠിച്ച് മുന്നേ വന്നിരുന്ന ചാപ്റ്റർ ബൈ ഹാർട്ടൊക്കെ പറയാൻ വലിയ കുട്ടികളൊക്കെ തയ്യാറാകുക. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബൈബിൾ പരിജ്ഞാനം ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ബൈബിൾ ജനറൽ ക്വിസിനായി ക്രിസ്റ്റീന ടിജുവിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ചെയർപേഴ്സണായിരിക്കുന്ന പ്രിയപ്പെട്ട ജോളി ആൻറ്റി, വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസന്മാർ, എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ബൈബിൾ ജനറൽ ക്വിസാണ്. പ്രത്യേക അധ്യായത്തിൽ നിന്നല്ല, പൊതുവായിട്ട് ട്രിക്കി ആയിട്ടും കുസൃതി ചോദ്യവും ഗസ് ചെയ്യാനുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ജെൻസിന് എ ഗ്രൂപ്പും ലേഡീസ് ബി ഗ്രൂപ്പും ആയിട്ടാണ്. പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് സ്ലൈഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെരുശലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കാൻ നെഹമ്യാവ് എത്ര ദിവസം എടുത്തു? എ ഗ്രൂപ്പ്. ഫസ്റ്റ് ഇല്ല, ഫസ്റ്റ് കറക്റ്റാണ്. എ ഗ്രൂപ്പിന് ഒരു പോയിന്റ്. കുഴപ്പമില്ല. രണ്ടാമത്തെ ചോദ്യം ബി ഗ്രൂപ്പിൽ. ആൻസർ 52. റെഫറൻസ് നെഹമ്യാവ് 6:15 വാക്യം. ഇങ്ങനെ മതിൽ 52-ാം ദിവസം പണിത് ഏലുൽ മാസം 25-ാം തീയതി തീർന്നു. രണ്ടാമത്തെ ചോദ്യം, പാലിൽ അല്പം തൈര് ചേർത്ത് 12 മണിക്കൂർ വെച്ചാൽ പുളിച്ചു കിട്ടും എന്ന ശാസ്ത്രീയ സത്യത്തെ തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പ്രസ്താവിച്ച വ്യക്തി ആരാണ്? ബൈബിളിലുള്ള ചോദ്യം തന്നെയല്ലോ. ആ ഒരു ശാസ്ത്രീയ സത്യത്തെ ഓരോ ചേർത്ത് അത് കുളിച്ചു കിട്ടുമെന്ന് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ഒരാളെ പറ്റി. ആരാ ഓർക്കപ്പെട്ട? ആരാ? അല്ലല്ല, പാസ് ചെയ്യട്ടെ? ആരാ? കറക്റ്റാണ്, പാസ്റ്റർ. ഇയ്യോബ് 10:10 നീ എന്നെ പാൽ പോലെ പകർന്ന് തൈര് പോലെ ഉറ കൂടുമാറാക്കിയല്ലോ. അടുത്ത ചോദ്യം എ ഗ്രൂപ്പിലേക്ക്. ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാരംഭിക്കുന്ന 2 സങ്കീർത്തനങ്ങളുണ്ട്. അത് പറയണം. 2 പറയാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ ഫൈനലൈസ് ചെയ്തിട്ട് ആ 2 പറയാം. 14 കൺഫേം ചെയ്ത് പറയാവോ? ഒരെണ്ണം കൂടെ ഉണ്ട്. 50 ഉറപ്പിച്ചു.
ഓക്കെ. 14:53. 14-ാം സങ്കീർത്തനത്തിൻ്റെയും 53-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം ബി ഗ്രൂപ്പിലേക്ക്. ചിത്രത്തിൽ നോക്കി ഈ പാട്ട് ഗസ് ചെയ്യുക. പാടിക്കോ, ഒരു പാടിയാലും കുഴപ്പമില്ല. അടുത്ത ചോദ്യം എ ഗ്രൂപ്പിലേക്ക്. ആരാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനോട് അഹങ്കാരം കാണിച്ചത്? ആര്? ഒരു വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ടത്. അല്ലല്ല, പാസ് ചെയ്യട്ടെ. ഒരു സമൂഹത്തിന്റെ വ്യക്തമായിട്ട് പറഞ്ഞ അല്ല. പാസ് ചെയ്യട്ടെ. ബി ഗ്രൂപ്പിൽ ആൻസർ പറയട്ടെ. അല്ല, ബാബേൽ. യെരമ്യാവ് 50:28-29 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയോട് ഇസ്രായേലിന്റെ പരിശുദ്ധനോട് തന്നെ അവർ അഹങ്കാരം കാണിച്ചിരിക്കുന്നു, ബാബേലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം. അടുത്ത ചോദ്യം ബി. യേശുവിനെ പോലെ പൗലോസിനെ സ്വീകരിച്ച സഭ ഏതാണ്? ഇസ്രായേൽ. യേശു ക്രിസ്തുവിനെ പോലെ പൗലോസിനെ അവർ കൈക്കൊണ്ടു. ആരാണ് സഭ? ഇല്ല. ഒരു ക്ലൂ പാസ് ചെയ്യണേ. എ ഗ്രൂപ്പ് ആരാ? കറക്റ്റ്. ഗലാത്യ സഭ. ഗലാത്യർ 4:14. ചോദ്യം 7. എ ഗ്രൂപ്പ് അല്ലേ. വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ ഉള്ളതെന്ത്? വെരി ഗുഡ്. ബി ഗ്രൂപ്പില് ചിത്രത്തിൽ നോക്കി ഈ പാട്ട് ഗസ് ചെയ്ത് പാടാം. അല്ല, ആ ചിത്രത്തിൽ നോക്കി തന്നെ നിങ്ങൾക്ക് പാടാം. അല്ല, അല്ല. പാടിക്കോ, പാടിക്കോ, പാടിക്കോ. അടുത്ത ചോദ്യം എ ഗ്രൂപ്പിലേക്ക്. കാലിടറി പോകുന്ന പർവ്വതം ഏതാണ്? യെരമ്യാവ് 13:16 പറയുന്നു: നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ. അടുത്ത ചോദ്യം ബി ഗ്രൂപ്പിലേക്ക്. പാറയിൽ കുടിയേറി രാപാർക്കുന്ന പക്ഷി ഏത്? എന്ത് വരും? പാറയിൽ കുടിയേറി പാർക്കുന്ന പക്ഷി ഏത്? പോരട്ടെ. ഓക്കെ, ഏതാ? ഞാവൽ. അല്ലല്ല, കറക്റ്റ്. കഴുകൻ. ഇയ്യോബ് 39:28 വാക്യം. കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്ത് അത് പാറയിൽ കുടിയേറി പാർക്കുന്നു. അടുത്ത ചോദ്യം ബി ആണ്. എ. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ആര്? പറയുമോ നോക്കാം, അത് കഴിഞ്ഞിട്ട് വരാം. ഏതാ? ഏകദേശം അടുത്തെത്തി.
പാസ് ചെയ്യട്ടെ? എസ്കേലല്ല, ആരാ? ഇസ്കിയാവ്. ഞാൻ കേട്ടത് അപ്പൊ ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ചെയ്തേ. അടുത്തത് ചിത്രത്തിൽ നോക്കിയ പാട്ട് ഗസ് ചെയ്യാം. പാടണം, പറഞ്ഞാ പോരാ. കേട്ടില്ല. ഓക്കെ, കറക്റ്റാണ്. ഇനി ഒരെണ്ണോടെ വരുന്നുണ്ട്, അപ്പൊ പാടിക്കാം. ദൈവം കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലത കൊടുത്തത് ആർക്കാണ്? ആരാ? അതെ, കറക്റ്റാണ്. 1 രാജാക്കന്മാർ 4:29 പറയുന്നു, ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു. 14ാമത്തെ ചോദ്യം, യോസെഫിനെ ആക്കിയ തടവറയുടെ പേരും കേരളത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരും ഒന്നാണ്. ഏതാണ് ആ സ്ഥലം? അടുത്ത ചോദ്യം എ ഗ്രൂപ്പിലേക്കാണ്. ഒരിക്കൽ ഒരാളെ 5 വട്ടം യോഗത്തിന് വരാൻ ക്ഷണിച്ചു, എന്നിട്ടും അദ്ദേഹം വന്നില്ല. ആരാണ് അദ്ദേഹം? ബൈബിളിൽ നിന്നാണ്. പുതിയ നിയമം അല്ല. ഇതല്ല, പക്ഷേ നടന്ന കാര്യം. ഏതാ? അല്ലല്ല, കറക്റ്റാണ്. നെഹമ്യാവ് 6:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. നെഹമ്യാവിനെ 4 പ്രാവശ്യം വിളിച്ചു, 5ാമത്തെ പ്രാവശ്യം കത്തെഴുതി വിളിച്ചു, എന്നിട്ടും വരാൻ തയ്യാറായില്ലെന്നുള്ള കാര്യം. അടുത്ത ചോദ്യം ബി ഗ്രൂപ്പിനോട്. ഇതൊരു പക്ഷിയാണ്, പക്ഷെ പേര് കേട്ടാൽ സാത്താനാണെന്ന് തോന്നും. ഏതാണ് ഈ പക്ഷി? അല്ലല്ല, പാസ് ചെയ്യട്ടെ? ഓക്കെ, ഗ്രൂപ്പ് ക്ലൂ തരം. ലേവ്യ പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് കാടപ്പക്ഷി അല്ലല്ല, പക്ഷിയാണ്, പക്ഷെ പേര് കേട്ടാൽ സാത്താനാണെന്ന് തോന്നും. ആൻസർ പറയാം. ലേവ്യ പുസ്തകം 11:18 പറയുന്നു, കുടുംബച്ചാത്തൻ. താങ്ക് യു. സ്കോർ പറയാണ്. ടീം എ 8 പോയിന്റ്സ്, ടീം ബി 5 പോയിന്റ്സ്, ക്വിസ് മാസ്റ്റർ 2 പോയിന്റ്സ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ ക്വിസ് നടത്തുവാൻ ഏതെല്ലാം ദൈവം സഹായിച്ചല്ലോ. ഒത്തിരി നമ്മുടെ ഓർമ്മയെ ഒന്നുകൂടെ പുതുക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമ്മളെ ദൈവം സഹായിച്ചു. എന്നും ബൈബിൾ വായിക്കുന്നവരൊക്കെ ആണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. അതൊന്നുകൂടെ ഓർപ്പിച്ചുണർത്തുവാൻ ഈ ബൈബിൾ ക്വിസ് നമ്മെ സഹായിച്ചു. തുടർന്ന് നമുക്കൊരു ഫാമിലി സോങ് കേൾക്കാം. സബിൻ ആൻഡ് ജോളി അതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ പുതിയ ഫാമിലിയാണ്, നമുക്ക് അവരെ ഇന്ന് വെൽക്കം ചെയ്യാം. ആദ്യമായിട്ട് അവർ കുടുംബമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സബിൻ ആൻഡ് ജോളി. അങ്ങെപ്പോലൻ ദൈവമേ അരുളി ലോകേ, അങ്ങയിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്ക്
അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻവചനത്താൽ എന്നെ കഴുകണമേ നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിറത്തേണമേ ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് സോങ് കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്നും കർത്താവിന് വേണ്ടി പാടുവാൻ ആ കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണുള്ളത്. വിജി, ഷിബി ആൻഡ് ലോവിസ് റിനോയിനെ അതിനായി ക്ഷണിക്കുന്നു. നാം തിരുമഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ശേഷം എല്ലാ IPCയും എല്ലാ CA മെമ്പേഴ്സിനും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. വേദപുസ്തകത്തിലെ സംഭവങ്ങളോടനുബന്ധിച്ചുള്ള 7ഉം 5ഉം അക്കങ്ങൾ കൂടുന്ന സംഗമമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ നിർമ്മിച്ചതാം ആഴ്ചയിൽ ദിനം 7. ആദ്യം തന്നെ നിർമ്മിച്ചതാം പഞ്ചേന്ദ്രിയങ്ങൾ 5. ഇമ്മാനുവേൽ തൻ കുരിശിലെ അന്ത്യമൊഴികൾ 7. ദാവീദിന്റെ കീശയിലെ കല്ലുകളും 5. ശിംശോന്റെ തലയിലെ ശക്തി ജഡമുടികളും 7. ബെഥേസ്ദ കുളത്തിലെ മണ്ഡപങ്ങളും 5. ദൈവത്തിന്റെ ക്രോധകലശങ്ങൾ 7. യേശു രാജാവ് വാഴ്ത്തി നൽകിയ അപ്പമെണ്ണം 5. യേശു രാജാവ് വാഴ്ത്തി നൽകിയ അപ്പങ്ങളും 7. തിന്നു തൃപ്തരായ ശേഷം വന്ന വട്ടികളും 7. യേശുവിൽ നിന്നും ചൊരിഞ്ഞതാ മുറിവുകളും 5. എരിഹോ മതിൽ തകരുവാൻ ഊതിയ കാഹളങ്ങളും 7. കാത്തിരുന്ന ബുദ്ധിയുള്ള കന്യകമാരും 5. എണ്ണയില്ലാതെ ബുദ്ധിഹീനരായവരും 5. സ്വർഗപുരി തന്നിലുള്ള പൊൻവിളക്കുകളും 7. യജമാനന് വൃദ്ധനേകിയ താലന്തുകളും 5. വ്യാപാരത്തിൽ വന്നു കിട്ടിയ താലന്തുകളും 5. മത്തലുമറയത്തെ വിട്ട ഭൂതം 7. അഴിച്ചവൻ കഴിച്ച ഭവനമതിൽ വന്നു ചേർന്ന ഭൂതവും 7. മോശ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങളും 5. ക്രിസ്തുവിനെ വിസ്തരിച്ച കോടതിയും 5. ഫറവോൻ രാജാവ് കണ്ടതായ നെൽക്കതിരും 7. വീണ്ടും രാജ്യം കണ്ടതായ പതിർക്കതിരും 7. സ്വപ്നത്തിൽ കണ്ട കൊഴുത്ത ഗോക്കളും 7. മിസ്രൈം രാജ്യം തന്നിൽ വന്ന ക്ഷാമകാലവും 7. വീണ്ടും രാജ്യം തന്നിൽ വന്ന ക്ഷേമകാലവും 7. 7ഉം 5ഉം നമ്മൾ രണ്ടും കൂടി ചേർന്നാൽ 12. തുടർന്ന് ഞങ്ങൾ പറയുന്നത് 12 എന്ന അക്കങ്ങളോടുള്ള ബന്ധിച്ചാണ്. യാക്കോബിന്റെ മക്കൾ ആണുങ്ങളും 12. കീർത്തികെട്ട യെരുശലേമിലെ ഗോപുരവും 12. യേശുവിന്റെ ശിഷ്യന്മാരാം അപ്പോസ്തലന്മാരും 12. ഏക ആണ്ടിൽ ആകെയുള്ള മാസങ്ങളും 12. യേശു ശാസ്ത്രിമാരുമായി തർക്കിച്ചപ്പോൾ വയസ്സ് 12. പീഠം പണിയാൻ നാഥൻ ചൊല്ലിയ കല്ലുകളും 12. ഇനി ഞങ്ങൾ ചൊല്ലിയിടുന്നത് ഏകമായി കുറഞ്ഞിടും. ഏകമെന്ന വാക്കിൽ തന്നെ വന്ന് നിന്നിടും. യൂദാസ്കറിയ പോയതിനു ശേഷം ശിഷ്യന്മാർ 11. കൽപ്പലകളിൽ തന്നിലുള്ള കൽപ്പനകളും 10. നന്ദിഹീനരായ കുഷ്ഠരോഗികൾ 9. നോഹയുടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടവർ 8. പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട സഭകളും 7. ക്രിസ്തുരാജൻ വീഞ്ഞുണ്ടാക്കിയ കൽപാത്രങ്ങൾ 6. യേശുവിന്റെ മേനിയിലെ മുറിവുകളും 5. സുവിശേഷ പുസ്തകങ്ങൾ 4. ദൈവത്തിന്റെ ആളത്വങ്ങൾ 3. ഏദനിലെ മനുഷ്യവർഗം 2. സർവലോകം സൃഷ്ടി ചെയ്ത സത്യദൈവം 1.
ഏകയാം തന്നിൽ നിന്ന് അക്കങ്ങൾ തുടരുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഒന്ന്, സത്യസഭയ്ക്ക് അധിപതിയാം രക്ഷകനും ഒന്ന്. ഇതാ ഞങ്ങൾ സദസ്സുകൾക്ക് ഒന്നായി നന്ദി ചൊല്ലുന്നു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. വളരെ ബൈബിളിൽ നിന്ന് നമുക്ക് ഒത്തിരി അറിവ് പകർന്നു തരുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുവാൻ പ്രിയ സഹോദരിമാരെ ദൈവം സഹായിച്ചല്ലോ. തുടർന്നും ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുവാൻ കർത്താവരെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ മറ്റ് സഹോദരിമാർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ. തുടർന്ന് നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവന കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നാം കേട്ടിട്ടുണ്ട്. അതിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവനയായിരിക്കും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നമ്മളോടൊപ്പമായിരുന്ന നമുക്കെല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിരുന്ന നമ്മുടെ പ്രിയ കർത്തൃദാസിയാണ് മുന്നോട്ട് കടന്നു വന്ന് അടുത്ത ഭാവന ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും CA മാത്രമല്ല WMC, സൺഡേ സ്കൂൾ എല്ലാ മേഖലകളിലും നമ്മൾക്ക് തൻ്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായിരുന്നു. ഇന്നത്തെ ഭാവനയും അതുപോലെ ആയിരിക്കും. പ്രതീക്ഷയോടെ ഇരിക്കുക, സംസാരിക്കാതിരിക്കുക, കേൾക്കാം. നമ്മൾക്ക് ദൈവത്തിന് മഹത്വം. എൻ്റെ ഭാവനയുടെ പേര് യോസഫിൻ്റെ ബയോഡേറ്റയും പാനപാത്രവാഹകൻ്റെ ഫോൺ കോളും. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ, പ്രിയ ചെയർപേഴ്സൺ, സഹോദരങ്ങളെ എല്ലാവർക്കും വന്ദനം. നിങ്ങൾ കഴിക്കുകയാണെന്ന് എനിക്കറിയാമെങ്കിലും എൻ്റെ ഭാവനയും കൂടെ അല്പം ഒന്ന് ശ്രദ്ധിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഭാവന ഒന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. അല്പം വ്യത്യസ്തമായ ചില ചിന്തകൾ. വാട്സപ്പിൽ മെസ്സേജ് വന്ന് വീഴുന്ന മഴത്തുള്ളി കിലുക്കം കേൾക്കുമ്പോഴെല്ലാം യോസഫ് പ്രതീക്ഷയോടെ ഫോൺ എടുത്ത് നോക്കും, എങ്ങാനും പാനപാത്രവാഹകരുടെ പ്രമാണിയുടെ മെസ്സേജ് ആണോ എന്ന്. പക്ഷേ ഇതുവരെയും നിരാശയാണ് ഫലം. ഒരു ഉപകാരവുമില്ലാതെ കുറേ ഫോർവേഡ് മെസ്സേജുകൾ, വെറുതെ സ്റ്റോറേജ് തിന്നുവാൻ വരുന്നവ, പലതും തടവറ വിട്ടുപോയ പുള്ളികളുടെ തള്ളു കഥകൾ മാത്രം. ഒരു നിമിഷം ഒന്നുകൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. എൻ്റെ ഭാവനയുടെ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ജോസഫിനെ പാനപാത്രവാഹകൻ ഓർത്തിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ദൈവവചനം പറയുന്നത് പാനപാത്രവാഹകൻ ഓർത്തില്ല. ഓർത്തിരുന്നെങ്കിൽ ജോസഫിൻ്റെ ഭാവി എങ്ങനെയായിരുന്നു എന്നതാണ് എൻ്റെ ഭാവനയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ പാനപാത്രവാഹകൻ പോയിട്ട് ഇന്നേക്ക് ആഴ്ച 3 കഴിഞ്ഞു. അയാൾ പോയ അന്ന് തന്നെ യോസഫ് തൻ്റെ ബയോഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പിൽ അയച്ചു കൊടുത്തതാണ്. ഇപ്പം ശരിയാക്കി തരാം എന്ന മട്ടിൽ പുള്ളി ഒരു തംസപ്പ് ഇട്ടു. അപ്പോൾ തന്നെ മറുപടി വന്നത് കണ്ട് വളരെ പ്രതീക്ഷ എണ്ണിൽ ഉണർത്തി. പക്ഷേ ഒരു ആവിയും അനക്കവുമില്ല. 3 തവണ എനി അപ്ഡേറ്റ്സ് എന്ന് വിനയപുരസ്സരം ചോദിച്ചു. 3 തവണയും മെസ്സേജ് കണ്ടു എന്ന് നമ്മുടെ സുക്കർബർഗ് അണ്ണനിട്ട നീല ടിക്കല്ലാതെ ഒരു ഉറപ്പുമില്ല. പോരാഞ്ഞിട്ട് 2 തവണ ഫോണിൽ വിളിച്ചപ്പോഴും ഒരു ദയമില്ലാതെ പുള്ളി കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. ഇയാളെക്കാളും ഭേദം അപ്പക്കാരുടെ പ്രമാണിയായിരുന്നു. ദുഷ്ടനായിരുന്നുവെങ്കിലും ഇതിലും മനുഷ്യത്വം ഉണ്ടായിരുന്നു. യോസഫ് താൻ വാട്സപ്പിൽ കൂടി പാനപാത്രവാഹകരുടെ പ്രമാണിക്ക് അയച്ചു കൊടുത്ത ബയോഡേറ്റ ഒന്നുകൂടി ഓടിച്ച് വായിച്ചു നോക്കി. ഇനി ബയോഡേറ്റ അങ്ങോട്ട് ശരിയാക്കാത്തത് കൊണ്ട് വല്ലതും രാജാവ് റിജക്റ്റ് ചെയ്തതാണോ? ജോസഫ് ബയോഡേറ്റ ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് നോക്കി. കീ സ്കിൽസ്: 1 സ്വപ്നം കാണും, 2 സ്വപ്നത്തിൻ്റെ അർത്ഥം പറയും, 3 കാര്യസ്ഥൻ്റെ പണിയറിയാം. ഈ സ്വപ്നം കാണൽ ഇത് എഴുതണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ലോകത്തിലെ ഏത് മനുഷ്യനാ സ്വപ്നം കാണാത്ത? അത് കണ്ടപ്പോഴേ രാജാവ് ബയോഡേറ്റ എടുത്ത് വേസ്റ്റിലിട്ട് കാണും. ഞാൻ എന്ത് മണ്ടൻ, അവൻ സ്വയം ചിന്തിച്ചു. അടുത്ത ബയോഡേറ്റയിലെ അവൻ്റെ കീ അച്ചീവ്മെൻറ്റ്സ് ആണ്. 1 പാനപാത്രവാഹകൻ്റെയും അപ്പക്കാരുടെ പ്രമാണിയുടെയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. 2 പോത്തിഫറിൻ്റെ വീട്ടിൽ കാര്യസ്ഥൻ്റെ ജോലി ചെയ്തു. 3 പോത്തിഫറിൻ്റെ വീട്ടിൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്തില്ല. ഇതുകൂടി വായിച്ചിട്ട് യോസഫിനോട് തന്നോട് തന്നെ ദേഷ്യം തോന്നി. പോയിന്റ് 1 വായിച്ചിട്ട് രാജാവിന് തോന്നിക്കാണും ഇവന് സ്വപ്നം വിട്ടുള്ള കളിയൊന്നുമില്ല എന്ന്. അവിടെ തന്നെ കഥ കഴിഞ്ഞ് കാണും. പിന്നെ പാപം ചെയ്യാതിരുന്ന കാര്യം, അതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞ് എഴുതുമോ? എൻ്റെ പൊന്നെ, എൻ്റെ ഒരു കാര്യം. താൻ എന്തൊരു തിരുമണ്ടനാണെന്ന് ജോസഫ് ചിന്തിച്ചു. ഫോൺ എടുത്ത് മൂലയിലേക്ക് എറിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ പാനപാത്രകൻ്റെ വിളിയൊന്നും പ്രതീക്ഷിക്കണ്ട. അത്ര പൊട്ട ബയോഡേറ്റയാണല്ലോ ഞാൻ തള്ളിവിട്ടത്. ചുമ്മാതല്ല, പാനപാത്രവാഹകൻ വിളിക്കാതിരുന്നതും വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തതും. ജോസഫ് സ്വയം പഴിച്ചു. എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചു. തൻ്റെ അടുത്ത ഗ്രൂപ്പായ ചെയിൻഡ് ബട്ട് നോട്ട് ലോക്ക്ഡ് എന്ന തടവ് പുള്ളികളുടെ അടുത്ത ദിവസത്തെ ഡ്യൂട്ടി ലിസ്റ്റ് ഇടേണ്ട സമയമായി. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയമാണ് ലാൻഡ് ഫോൺ കുനുകുന എന്ന് നിർത്താതെ അടിക്കാൻ തുടങ്ങിയത്.
കുറേ നാളായി അവിടുത്തെ ഫോണിൽ ആരും വിളിക്കാറില്ലായിരുന്നു. ഫോൺ റിങ്ങിൻ്റെ ഒച്ചയിൽ ശ്രദ്ധ മാറി ജോസഫ് ഫോർവേഡ് ചെയ്ത ഡ്യൂട്ടി ലിസ്റ്റ് അറിയാതെ പോത്തിഫറിൻ്റെ വീട്ടിലെ വേലക്കാരുടെ പഴയ ഗ്രൂപ്പിൽ ചെന്ന് വീഴുകയും 3 പേർ അതിന് അതിശയിപ്പിക്കുന്ന ഇമോജി ഇട്ടപ്പോഴാണ് പണി പാളിയല്ലോ എന്ന് മനസ്സിലായത്. ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയില്ല എന്ന കാര്യം പോലും അപ്പോഴാണ് ഓർത്തത്. അത് അവിടുന്ന് ഡിലീറ്റ് എവരിവൺ അടിച്ച് എക്സിറ്റുമായി ചെയിൻഡ് ബട്ട് ലോക്ക്ഡ് ഡ്യൂട്ടി ലിസ്റ്റൊക്കെ തള്ളി വിട്ടിട്ട് വരുമ്പോഴും അതേ ഗുനുഗുന ഫോൺ പിന്നെയും നിലയ്ക്കാതെ മുഴങ്ങി. റിസീവർ ചെവിയിൽ വെച്ചതും ഒരു തരിപ്പ്. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പോയത് ഒരുമിച്ചായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാനപാത്രവാഹകൻ്റെ ശബ്ദം. എടാ യോസേ, അവൻ ജയിലിലുള്ളപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയാണല്ലോ, എല്ലാം ചേർത്ത് വിളിക്കത്തില്ലല്ലോ നമ്മൾ. നിന്റെ ഫോൺ എവിടാടോ? എത്ര നേരമായി വിളിക്കുന്നു? ഇതെന്തൊരു കഥ! ഫോൺ കയ്യിൽ തന്നെ ഉണ്ടല്ലോ സാറേ, ജോസഫ് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അതൊന്നും പറയാനുള്ള സമയമല്ല. സാർ വളരെ സൗമ്യതയോടെ സാറ് വിളിച്ചല്ലോ, അത് മതി. നീ വേഗം റെഡിയായി നാളെ രാവിലെ തന്നെ കൊട്ടാരത്തിൽ വരണം. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് പറയാം. തിരക്കോട് തിരക്കാണ്. ഇവിടെ രാജാവിൻ്റെ ഒരു വിരുന്ന് നടക്കുന്നു. അയൽരാജ്യത്തെ കുറേ കുരിശുകളെല്ലാം വന്ന് ചാടിയിട്ടുണ്ട്. എല്ലാം തീറ്റ റെപ്പായിമാർ, വയറ് വാടകയ്ക്കെടുത്ത് വന്നവർ, കുറച്ച് ദിവസം അവന്മാരുണ്ടാകും. അപ്പോൾ നീ നാളെ തടവറയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ കാണാം. പാനപാത്രവാഹകൻ ഫോൺ കട്ട് ചെയ്തു. യോസഫിന് അന്ന് സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. താൻ നാളെ കൊട്ടാരത്തിലേക്ക് പുതിയ വാതിൽ തുറക്കുകയാണോ? സങ്കടദേശത്ത് എനിക്കൊരു പ്രഭാതം പൊട്ടിവിടരുകയാണ്. പാനപാത്രവാഹകൻ എന്നെ ഓർത്തല്ലോ. യാത്രയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു. കൊട്ടാരത്തിലെത്തിയപ്പോൾ പാനപാത്രവാഹകൻ്റെ ഒരു അസിസ്റ്റൻ്റ് വന്ന് വിളിച്ചു കൊണ്ടുപോയി. കൊട്ടാരം കണ്ട് ജോസഫ് അമ്പരന്നു. ഇതിലൊരു അടുക്കളപ്പണി കിട്ടിയാലും മതിയായിരുന്നു. പാനപാത്രവാഹകന് കൊട്ടാരത്തിൽ മുൻപുണ്ടായിരുന്നതിലും അധികം പദവിയും അധികാരവും ഒക്കെ ലഭിച്ചിരുന്നു. അതാണല്ലോ അന്ന് സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ജോസഫ് പറഞ്ഞതും. കേവലം പാനപാത്രവാഹകരുടെ പ്രമാണി എന്നതിന് മുകളിലേക്ക് അയാൾ ഉയർന്നിരിക്കുന്നു. ശരിക്കും രാജാവിൻ്റെ അടുത്തയാൾ. പിന്നെ എല്ലാം എളുപ്പത്തിലായിരുന്നു. പാനപാത്രവാഹകൻ്റെ അസിസ്റ്റൻ്റായി കൊട്ടാരത്തിൽ ജോസഫിന് ജോലി കിട്ടി. പക്ഷേ പാനപാത്രവാഹകൻ പഴയ പാനപാത്രവാഹകനായിരുന്നില്ല. മുഖം ദിവസം പ്രതി മാറി. തുടക്കത്തിലേ പുള്ളി പറഞ്ഞു, ഇവിടെ ജോബ് വേക്കൻസി ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ രാജാവിൻ്റെ കാല് പിടിച്ച് നിനക്ക് വേണ്ടി ഒപ്പിച്ച ജോലിയാ. എൻ്റെ സ്വന്തം റിസ്കിലാണ് നിൻ്റെ ഈ ജോലി കിട്ടിയത്. രാജാവിൻ്റെ അടുക്കൽ ഒരു കാരണവശാലും പോകരുത്. എൻ്റെ അസിസ്റ്റൻ്റായി ഞാൻ പറയുന്ന പണി ചെയ്താൽ മാത്രം മതി. രാജാവിനെ കാണാൻ നീ ശ്രമിക്കുകയേ ചെയ്യരുത്. ഒന്ന് നിർത്തിയിട്ട് ദീർഘശ്വാസം വിട്ട് വീണ്ടും, പിന്നെ സ്വപ്നവ്യാഖ്യാനം തുടങ്ങിയ പണിക്കൊന്നും പോകാൻ നിൽക്കണ്ട. അതൊക്കെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടികളാണ്. കാലമൊക്കെ പുരോഗമിച്ചു. അയാൾ വീണ്ടും തുടർന്നു. ശമ്പളമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു സ്റ്റൈഫൻഡ് തരാം. അത് രാജാവ് ഏറ്റിട്ടുണ്ട്. അത് എൻ്റെ അക്കൗണ്ടിലേ വരൂ. 30% എൻ്റെ കമ്മീഷൻ. അതിനുശേഷം ബാക്കി നിനക്ക് ഗൂഗിൾ പേയിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. ഈ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് യോസഫിന് മനസ്സിലാക്കാൻ 2 ദിവസം പോലും വേണ്ടി വന്നില്ല. എങ്കിലും മിണ്ടിയില്ല. കൊട്ടാരത്തിൽ പണികൾ ക്രമാതീതമായി കൂടുകയും പാനപാത്രവാഹകന്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്തവരെ പാരവെച്ച് പുറത്ത് ചാടിച്ചതുകൊണ്ട് വിശ്വസ്തരായ സേവകർ കുറയുകയും ചെയ്തു. അങ്ങനെയാണ് ജോസഫിന് അവിടെ ജോലി കിട്ടിയത്. പക്ഷേ ഈ പാനപാത്രവാഹകന്റെ അസിസ്റ്റന്റ് പണി തനിക്ക് വേണ്ട എന്ന് യോസഫ് മുഖത്ത് നോക്കി പറഞ്ഞു. കാരണം രാജാവിന് മദ്യം വിളമ്പുന്ന ജോലിക്കാണ് ജോസഫിനെ തിരഞ്ഞെടുത്തത്. യാക്കോബിന്റെ ദൈവത്തിന്റെ പ്രമാണത്തിന് അതെതിരാണല്ലോ. അതുകൊണ്ട് ജോസഫ് ഈ ജോലി തൃപ്തനായിരുന്നില്ല. ജോസഫിന്റെ തീരുമാനം പാനപാത്രവാഹകനെ വല്ലാതെ ചൊടിപ്പിച്ചു. തന്നെയല്ല, മഹാരാജാവ് കഴിഞ്ഞ ദിവസം യോസഫിനെ കണ്ടിട്ട് എബ്രായൻ എന്ന് തിരിച്ചറിഞ്ഞ് അവനോട് എന്തോ സംസാരിക്കുന്നത് ഒരു പൊട്ടുപോലെ താൻ കണ്ടു. പിന്നീട് അറിഞ്ഞു രാജാവ് യോസഫിനെ ചില ദിവസങ്ങൾക്കകം മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നു എന്ന്. അതുവരെ മാത്രമേ വീഞ്ഞുവാഹകനായി ജോസഫ് ജോലി തുടരുകയുള്ളൂ എന്നും അറിഞ്ഞു. അതിനിടയിൽ ജോസഫിന്റെ ജീവിതത്തിന്റെ ആകാശത്താകെ കറുത്ത മേഘങ്ങൾ വീണ്ടും പടരുന്നത് പോലെ തോന്നി. ഒരു ഇടവേളയ്ക്ക് ശേഷം അവൻ വീണ്ടും സങ്കടപ്പെടാൻ തുടങ്ങുകയാണോ? പാനപാത്രവാഹകൻ അവസരം കാത്തു കിടക്കുകയായിരുന്നല്ലോ. അവൻ്റെ അസൂയയും കൂടി വരികയായിരുന്നല്ലോ. രാജാവിൻ്റെ മഹത്തുക്കൾക്ക് വിരുന്ന് നൽകുമ്പോൾ അതിഥികൾക്ക് കൊടുത്ത വീഞ്ഞ് കുടിച്ച് ആരോ ഒരാൾ രോഗബാധിതനായി. ആ കുറ്റം പാനപാത്രവാഹകരുടെ പ്രമാണി യോസഫിന്റെ മുകളിൽ കെട്ടിവെച്ചു. രാജാവ് കോപം കൊണ്ട് ചുമന്നു. യോസഫിന് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടും മുമ്പേ കിങ്കരന്മാർ പിടിച്ച് പഴയ ജയിലിൽ തന്നെ ജോസഫിനെ വീണ്ടും കൊണ്ടുവന്നു.
സങ്കടദേശത്തെ ഇരുൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ജോസഫ് നിരാശയുടെ പടുകുഴിയിൽ നിശബ്ദനായി. പിന്നീട് അവൻ പുറത്തെ ലോകം കണ്ടിരുന്നില്ല. ഒരു ചെറുകാറ്റിൻ്റെ തിരുനാളം അതും എരിഞ്ഞടങ്ങുകയായിരുന്നു. നമുക്കുള്ള പാഠം, പ്രിയരെ, ജോസഫ് പ്രതീക്ഷിച്ചതുപോലെ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തിരുന്നു എങ്കിൽ ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ എന്തെങ്കിലും ആയിരിക്കുമായിരുന്നു സംഭവിക്കുക. അല്ലെങ്കിൽ പരമാവധി പാനപാത്രവാഹകൻ്റെ ഒരു അസിസ്റ്റൻ്റായി എന്നും രാജാവിന് മദ്യമൊഴിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ട, മനസാക്ഷി കുത്തോടെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ജോസഫിന് വരുമായിരുന്നു. എന്നാൽ തൻ്റെ സ്കിൽസിലും അച്ചീവ്മെൻറ്റ്സിലും താൻ പറഞ്ഞതുപോലെ അവൻ്റെ സ്വപ്നവ്യാഖ്യാനം എന്ന കൃപയും പാപം വിട്ടോടാനുള്ള തീരുമാനവും അവനെ രാജാവിൻ്റെ രണ്ടാമനെന്ന സ്ഥാനത്തേക്ക് എത്തിച്ചു. ചിലർ വിചാരിക്കുന്നത് പോലെ ചിലർ നമ്മളെ വിചാരിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവർ വിചാരിക്കാതിരിക്കട്ടെ, നമ്മളെ അവർ ഓർക്കാതിരിക്കട്ടെ, എല്ലാ വാതിലുകളും തുറക്കാതിരിക്കട്ടെ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ദൈവം നമ്മളെ ഓർത്താൽ നമുക്ക് വിടുതലാണെന്നും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. ഒരു കാര്യം കൂടി, ജോസഫിനെ ദൈവം ഉയർത്തിയത് ജോസഫ് എന്ന വ്യക്തിയെ ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ മാത്രമായിരുന്നില്ല. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി, ആ ജാതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി മിസ്രൈമിൽ ജോസഫിനെ എത്തിച്ച് അവനെ രണ്ടാമനായി ഉയർത്തിയത് ദൈവത്തിൻ്റെ ഒരു ചരിത്രപരമായ പദ്ധതിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്ന നമുക്ക് നൽകുന്ന നന്മകൾ നമുക്കും ഒപ്പം ദൈവത്തിൻ്റെ കാര്യപരിപാടികൾക്കും ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് പരസ്പരം അനുഗ്രഹമാകാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഭാവനയിലൂടെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് സഹായിക്കട്ടെ. മുതൽ അവസാനം വരെ കേട്ട നമുക്കെല്ലാം അത് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അവസാനത്തെ പ്രബോധനവും എല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി ഏറ്റെടുത്ത് പിന്നെയും മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഒരു ഗ്രൂപ്പ് സോങ് ആണ്, അതിന് ടീൻസിനെ ക്ഷണിക്കുന്നു.
പാടുവാൻ കർത്താവ് നമ്മുടെ ടീൻസിനെ സഹായിച്ചല്ലോ. പിന്നെയും കർത്താവിന് വേണ്ടി പാടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരുടെ താലന്തുകളെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ കേട്ട എല്ലാ പ്രോഗ്രാംസും വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാംസായിരുന്നു. പ്രോഗ്രാംസൊക്കെ തീർന്നു. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെയും CA മെമ്പേഴ്സിൻ്റെയൊക്കെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നെനിക്കറിയാം. ഇതിൻ്റെ നമ്മൾ ആദ്യം മുതൽ കേട്ടു ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന കഥകൾ ഒക്കെ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം കർത്താവിൻ്റെ വരവിനെ പറ്റി വരെ ഭാവനയിൽ കൂടെ ആയാലും മറ്റ് പ്രബോധനങ്ങൾ കൂടെ ആയാലും ഒക്കെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ചെറിയ ചില കാര്യങ്ങൾ, ഒരു ചെറിയ തോട്ട് നിങ്ങളെടുത്ത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊരു വാക്യം വായിക്കാം. പ്രോവർബ് 13:22. ബോയ്സ് ആരെങ്കിലും ഒന്ന് വായിക്കണമേ. പ്രോവർബ് 13:22, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം. ഓക്കെ, അത് മതി, ഫസ്റ്റ് പാർട്ട് മതി. എ ഗുഡ് മാൻ ലീവ്സ് ആൻ ഇൻഹെറിറ്റൻസ് ഫോർ ഹിസ് ചിൽഡ്രൻസ് ചിൽഡ്രൻ. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു. നമുക്കറിയാം, നാമൊക്കെ ആയിരിക്കുന്ന ഈ കാലഘട്ടം പകർച്ചവ്യാധികളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. കോവിഡിന് ശേഷം അനേകം പകർച്ചവ്യാധികൾ നാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും അനേകം പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം കേട്ടു, നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങുന്ന പനികൾക്കൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകത്തിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡെങ്കു ഫീവർ ഒത്തിരി കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്യുവാനിടയായി. എൻ്റെ സഹോദരിയുടെ മോക്കും അത് പിടിപെടുവാനിടയായി. എന്നാൽ അവൾ അതിനുശേഷം അവൾ ഒത്തിരി പെയിലായി. ഞങ്ങൾ കണ്ടപ്പോഴത്തേന് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ കുറച്ച് മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. നല്ല ഫുഡ്, അതിന് എനർജി റിച്ചായിട്ട് ഉള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ പറഞ്ഞു വിട്ടു. നാം മനസ്സിലാക്കുന്നത്, നമ്മൾ മാതാപിതാക്കൾ എത്ര കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ പറ്റി എല്ലാ മാതാപിതാക്കൾക്കുള്ള ഒരു കംപ്ലയിൻ്റാണ്, അവർ ഫുഡ് കഴിക്കത്തില്ല. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കാനില്ലാതിരിക്കുമ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് റിച്ചായിട്ട് ഫുഡുണ്ട്, പക്ഷേ അവരെ കഴിപ്പിക്കാനാണ് പ്രയാസം. അമ്മമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭൗതികമായ ഫുഡ് അല്ലെങ്കിൽ ആഹാരം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര നിർബന്ധിച്ചൊക്കെ കഴിക്കാൻ തീരുമാനിക്കുന്നതോടൊപ്പം ആത്മീയ ആഹാരവും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ആത്മീയ, അതായത് നമ്മളിങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് സമീകൃത ആഹാരങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കും. ബൈബിളിൽ ഒരു സമീകൃത ആഹാരത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് 1 Peter 2:2-3 എന്തായിരിക്കും അത്? വചനമെന്ന മായമില്ലാത്ത പാല്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ഒത്തിരി പോഷണം പ്രാപിച്ച കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇന്ന് പകൽ അവർ അവതരിപ്പിച്ച ഓരോ പ്രോഗ്രാമും അതിൻ്റെ എക്സാമ്പിളാണ്. ഈ സഭയിൽ വളർന്ന് അവരുടെ താലന്തുകളെ പ്രയോജനപ്പെടുത്തി നമ്മുടെ മുന്നിൽ വന്നു നിന്ന് ആ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയത് ഈ അവർക്ക് ദിനംതോറും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ ഈ ആത്മീയ ഭക്ഷണമാണ്. അത് കൊടുക്കുന്നതിൽ നാം ഒന്നുകൂടെ കൂടുതൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നാമും അതിനായി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് ഈ സമൃദ്ധമായിട്ട് ഈ ആഹാരം കിട്ടുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഈ പകർച്ചവ്യാധിയൊക്കെ പിടിക്കണമെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിട്ടായിരിക്കണമല്ലോ കൂടുതലായിട്ട് ഈ പനികളൊക്കെ ചേർന്ന് വരുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ബൈബിളിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഒത്തിരി വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾക്ക് നമ്മുടെ ഭവനത്തിലായാലും ചർച്ചിലായാലും സൺഡേ സ്കൂളിലായാലും ഒക്കെ അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം വായിച്ചു, ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. എ ഗുഡ് മാൻ ലീവ്സ് ആൻ ഇൻഹെറിറ്റൻസ് ഫോർ ഹിസ് ചിൽഡ്രൻസ് ചിൽഡ്രൻ. ഇപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാനൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവരൊരു പ്രിസ്ക്രിപ്ഷൻ തരും. ചിലത് ആഫ്റ്റർ ഫുഡായിരിക്കും, ചിലത് ബിഫോർ ഫുഡായിരിക്കും, ചിലത് രാത്രിയിൽ കഴിക്കേണ്ടതായിരിക്കും. അങ്ങനെ ഓരോ പ്രിസ്ക്രിപ്ഷൻസ് തരാറുണ്ട്. പക്ഷേ ബൈബിളിൽ എങ്ങനെയാണ് ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കേണ്ടത്, അതെങ്ങനെയാണ്, എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. ഡ്യൂട്രോണമി 11:18-20. ഗേൾസ് ഒന്ന് വായിക്കണം. ഡ്യൂട്രോണമി 11:18-19. കിട്ടിയോ? 18 and 19.
ഓക്കെ. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. അപ്പോൾ പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല, ഏത് സമയത്തും നമ്മൾ ഈ വചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ള ഇന്ന് രാവിലെ നമ്മൾ കേട്ടു വചനം ഇവിടെ കടന്നു വന്ന് കുഞ്ഞുങ്ങൾ ബൈഹാർട്ടായിട്ട് പറയുന്നത്. ഈ ചെറിയ പ്രായത്തിൽ അവരുടെ ബുദ്ധിയിൽ കയറുന്ന വചനങ്ങളൊന്നും നശിച്ചു പോകുകയില്ല. ഈ ലോകത്തിൽ ഒരു കള്ളനും അത് തുരന്ന് മോഷ്ടിക്കുവാൻ കഴിയത്തില്ല. അവരുടെ ബ്രെയിനിൽ കയറിയ ആ വചനം അവരുടെ ഭാവിയിൽ എന്നുവരെ അവർക്ക് ജീവിക്കണമോ ആ നിത്യത വരെ കൊണ്ടെത്തിക്കുവാൻ ശക്തിയുള്ളതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഈ വചനം പഠിപ്പിക്കുന്നതിലും അവരെ ബൈഹാർട്ടാക്കുന്നതിലും ഒക്കെ നമ്മൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അതുപോലെ ശ്രമിക്കണം. നമുക്കറിയാമല്ലോ വചനം എന്ന് പറയുന്നത് എന്താ? ജോൺ 1:1 എന്താ പറയുന്നത്? വചനം ആരാണ്? വേർഡ് വാസ് ഗോഡ്. അപ്പോൾ ആ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഏത് രാജ്യത്ത് എവിടെ കടന്നു പോയാലും ഈ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കറിയാം. ഇനിയും കുറച്ച് ദിവസങ്ങളിലൂടെ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ പല രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ കടന്നു പോകുമ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് കൂടെ പോകാൻ കഴിയത്തില്ല. നമുക്ക് കൊടുത്തു വിടാൻ കഴിയുന്ന ഒരേ ഒരു ട്രഷർ എന്ന് പറയുന്നത് ഈ ദൈവവചനമാണ്. അവർ പഠിച്ച വചനം, അവരുടെ ബുദ്ധിയിലുള്ളത് അവരിടത്തോട്ടോ, നമ്മളിപ്പോൾ വായിച്ചതുപോലെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഈ ദൈവവചനം അവരെ ഉപദേശിക്കും. നീ അങ്ങോട്ട് പോകല്ലേ, ആ വഴി നിനക്കുള്ളതല്ല എന്ന് ദൈവത്തിൻ്റെ ഇമ്പമായ സ്വരം പരിശുദ്ധാത്മാവ് അവർക്കത് പകർന്നു കൊടുക്കും. അതിനാണ് നമ്മൾ സഭയിൽ എല്ലാ മീറ്റിങ്ങിലും ദൈവദാസനൊക്കെ അത്ര ഇതായിട്ട് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത ഇതാണ്. കാരണം കടന്നു പോകുന്നിടത്തൊക്കെ ഈ വചനം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല നമ്മൾ ദൈവത്തോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ദൈവം നമ്മളെ നടത്തിയ വഴികൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ടത്, കർത്താവ് നമ്മളെ കൊണ്ടുവന്ന വഴികൾ നാം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരത്തുള്ളൂ. അവർ ഓർക്കും. പല രാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആയിരിക്കും ഒരു കൂട്ടത്തിൽ പാടിയൊക്കെ അങ്ങ് പോകും. പക്ഷേ അവരൊരു രാജ്യത്ത് ചെന്ന് അല്ലെങ്കിൽ കോളേജിൽ ചെന്ന് ഹോസ്റ്റലിൽ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ഈ വചനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അവർ കണ്ട ഈ ട്രെയിനിങ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. അവിടെ ചെന്ന് മറ്റുള്ളവരെ ആ വചനത്തിലേക്ക് നയിക്കാൻ കർത്താവ് അവരെ ബലപ്പെടുത്തേണ്ടതിന്. അപ്പോൾ നമ്മുടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, രക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ മക്കളോട് പറയും. കർത്താവിൻ്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പാട്ടിലൊക്കെ അത് കേട്ടു. അത് മക്കളോട് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, നാം പ്രവൃത്തിയിൽ കൂടി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന് ഉത്തമ ഉദാഹരണമാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അബ്രഹാം എന്താ ചെയ്തത്? തൻ്റെ മകൻ ഇസഹാക്കിന് ഈ പൈതലായിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഈ വിശ്വാസവും പ്രവൃത്തിയും, താൻ യാഗം ചെയ്യാനുള്ളതും എൻ്റെ അപ്പൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് ഇസഹാക്കിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇസഹാക്ക് എന്താ ചെയ്തത്? ഇസഹാക്ക് ദൈവഭക്തിയും ആരാധനയും ഒക്കെ കണ്ടു വളർന്നുകൊണ്ട് യാഗം ചെയ്യാനും ഒക്കെ മിടുക്കനായിരുന്നു. അവൻ്റെ ആഴമേറിയ ദൈവഭക്തി അവനെ ഒരു ദൈവഭക്തനാക്കി മാറ്റി. അവൻ്റെ അടുത്ത തലമുറയിലേക്ക്, അതായത് യാക്കോബിലേക്കും ആ ഭക്തി പകർത്തുവാൻ ഇടയായിത്തീർന്നു. അതായത് 3 തലമുറയിലേക്ക്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നൊക്കെ. ആ 3 തലമുറകളിലേക്ക് ഈ സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം പകരുവാൻ ഈ പിതാക്കന്മാരെ ദൈവം സഹായിച്ചു. പഴയ നിയമത്തിൽ അവർക്ക് ഇങ്ങനെ കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ആ വായിച്ച വാചനം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തി 1:4 and 5. 2 തിമോത്തിയോസ് 1:4-5 വായിച്ചോ. ഇവിടെ പറഞ്ഞു ബാക്കി. ഓക്കെ. ഇവിടെ വായിച്ചത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മകനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. മകനായ തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, അവനെ, അതായത് തിമോത്തിയോസിനെ ഈ നിർവ്യാജ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായ അവൻ്റെ പേരൻസിനെ കുറിച്ച്, ഗ്രാൻഡ് പേരൻറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ആ നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്നു. ആ സ്നേഹം ഈ മകനിലേക്ക് പകരുവാൻ അവർക്ക് സാധിച്ചു. നാമും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ വിശ്വാസമോ
അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ ദാനം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏതെല്ലാം കഴിവുകളുണ്ട്, ഏതെല്ലാം ശുശ്രൂഷകളുണ്ട്, അതേതെങ്കിലും നമ്മുടെ തലമുറയിലേക്ക് പകരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഇന്ന് രാവിലെ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ 3 തലമുറകളാണ് ഈ നിർവ്യാജ വിശ്വാസം കൈമാറിയത്. നാമും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ഈ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, അല്ലെങ്കിൽ വരുന്ന തലമുറയിലേക്ക് കൈമാറുവാൻ സന്നദ്ധരായിരിക്കണം. നമ്മുടെ ദൈവിക ശുശ്രൂഷകളും നമ്മൾ പറയുന്നു, ദൈവം നൽകിയ ദാനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പറയുമ്പോൾ തന്നെ ദൈവിക ശുശ്രൂഷകളും നാം അടുത്ത തലമുറയിലേക്ക് പകരുവാൻ തയ്യാറായിരിക്കണം. നമുക്കറിയാം ദൈവിക ശുശ്രൂഷകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഓരോ ശുശ്രൂഷകൾ തന്നിട്ടുണ്ട്, ഓരോ താലന്തുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവിക ശുശ്രൂഷകൾ തലമുറയ്ക്ക് കൈമാറണമെന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ യോശുവയ്ക്ക് അത് കൈമാറി, ഏലിയാവ് എലീശയ്ക്ക് കൈമാറി, പിന്നെ യേശു അത് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി. ശിഷ്യന്മാർ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഫലമായി അനേക ശിഷ്യന്മാർ രക്തസാക്ഷികളായി മാറുവാനും ഇടയായി. അതേ സന്ദേശം നാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കേട്ടതുപോലെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നാം എല്ലാവരും ഉത്സുകരായിരിക്കണം. നമ്മൾ പ്രോവർബിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമുക്കറിയാം നമ്മുടെ യങ്സ്റ്റേഴ്സ് കൂടുതലും ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണ് ഇവിടെ. നമ്മൾ അവരെ സ്കൂളിൽ അയക്കുമ്പോൾ രാവിലെ അവരെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ വിട്ടാൽ അന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ആ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവരെ പ്രാർത്ഥിച്ചു വിടുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ തന്നെ പ്രാർത്ഥിക്കാറാവും. അപ്പോൾ നമ്മൾ അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണം. അവർ തന്നെ പ്രാർത്ഥിച്ചിട്ട് പോകും. നമുക്ക് വിശ്വാസത്തോടെ നമുക്കത് അറിയാം. പ്രായമാകുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോ അല്ലെ അവരുടെ സ്ഥാനത്തോ അവരെ പഠിക്കാൻ വിട്ടിരിക്കുന്നിടത്തോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ദൈവദാസന്മാരോ അല്ലെങ്കിൽ കോളേജിലുള്ളവരോ ഒക്കെ നമ്മളോട് പറയാനിടയാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്, അവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നു. ഇവിടെ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ മക്കളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ICPF-ലൊക്കെ ചെന്ന് ഒന്ന് വചനം പറയണമെങ്കിൽ ഇവിടെ ഈ ട്രെയിനിങ് അവർക്ക് കാരണമായി തീരും. അവിടെയും ചെന്ന് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഇവിടെ കിട്ടുന്ന ഈ ട്രെയിനിങ് അവർക്ക് ഉപകാരമായി തീരും, മറ്റുള്ളവർക്കും അത് ഉപകാരമായി തീരും. അങ്ങനെ ഈ ലോവീസും യുനീക്കയും ഒക്കെ തൻ്റെ മകനായ തിമോത്തിയോസിനെ വളർത്തിയെടുത്തതുപോലെ ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനാക്കി തീർക്കാൻ അമ്മമാരുടെയും വലിയമ്മമാരുടെയും ഒക്കെ ഒരു വലിയ റോൾ, ഒരു ഇൻസ്പിറേഷൻ അവർക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാമും അങ്ങനെ ചെയ്യുന്നവരായിത്തീരണം. നമുക്കറിയാം, ഞാൻ വായിച്ചു ആദ്യം വചനം പ്രമാണിക്കണം, വചനം എങ്ങനെ കഴിക്കണം, എങ്ങനെ ആയിരിക്കണം ഒക്കെ ബൈബിളിൽ ഒത്തിരി വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സാംസ് 19:10-11, 19-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ. ഓക്കെ. ദൈവവചനം പ്രമാണിക്കുന്നുണ്ട്. ദൈവവചനം പ്രമാണിച്ച് മരണം വരെ ജീവിച്ചാൽ അതിനൊരു വലിയ പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുവാൻ ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയവരുണ്ട്. ഈ ദൈവവചനം പ്രമാണിച്ച് അങ്ങനെ ഇറങ്ങിയത് മൂലം ദൈവം ഒരു വലിയ പ്രതിഫലം അങ്ങനെയുള്ളവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് വചനത്തിൽ പറഞ്ഞത്, നാം വായിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വചനം പ്രമാണിക്കാൻ കഴിയാതെ കേട്ടിട്ടും വർഷങ്ങളായി കേട്ടിട്ടും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, ദൈവകൽപ്പനയോ ദൈവവചനങ്ങളോ അതുപോലെ അനുസരിക്കാൻ കഴിയാത്തവരായിട്ട് എൻ്റെ മുന്നിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്കും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവം സഹായിക്കും. നമ്മളിൽ പകർന്നിരിക്കുന്ന യേശു, നമുക്കറിയാം യേശുവാണ് ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത്. അതിൽ പരം ഒരു സമ്മാനം മാനവരാശിക്ക് തന്നെ ലഭിക്കാനില്ല. ഈ യേശുവിനെ മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് അല്ലെ മറ്റുള്ളവരിലേക്ക്, പുറത്തുള്ളവർ, നമ്മുടെ ജോലിസ്ഥാനത്താകാം, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ തലമുറകളാകാം, പുറത്താകാം, ഒക്കെ യേശുവിനെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം വേറെ ഒരു കാര്യം. നമ്മൾ ഇന്നറിയാം അനേക മീഡിയകളുണ്ട്. യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കിട്ടുന്ന സമയങ്ങളൊക്കെ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അത് ദൈവനാമ മഹത്വത്തിനായി തീരും. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തും, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തും പ്രതിഫലം തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അത് നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട്. ഇന്നത്തെ പണികൾക്ക് ഒരു സ്വർഗീയ പ്രതിഫലമുണ്ട്. ഇന്നത്തെ കർത്തവ്യങ്ങൾക്ക് ദൈവം ഒരു പ്രതിഫലം തരും. CA പ്രവർത്തകർ നമുക്കറിയാം, അവർ പ്രസിഡൻ്റായിട്ടോ അല്ലെ കമ്മിറ്റി മെമ്പേഴ്സായിട്ടോ
അല്ലെങ്കിൽ ചെറിയ ചിലരെ ചിലപ്പം കസേര എടുത്തിടാനായിരിക്കും, ചിലരെ ഒന്ന് വാഹനത്തിൽ കൊണ്ടുവരാനായിരിക്കും. ഒത്തിരി കർത്തവ്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ചെറിയ കാര്യമായാലും അത് വലിയ കാര്യമായാലും വിശ്വസ്തയോടെ ചെയ്താൽ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സന്തോഷം നമുക്ക് പ്രാപിക്കാൻ കഴിയും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ 3 തലമുറകൾ അവർ ഈ വിശ്വാസം കൈമാറി. പുതിയ നിയമത്തിലും അതുപോലെ 3 തലമുറകൾ അവരുടെ വിശ്വാസം കൈമാറി ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തതുപോലെ നമുക്കും അത് ചെയ്യുവാൻ കഴിയും. ഇവിടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, മെറ്റീരിയൽ വെൽത്ത് അല്ല. മെറ്റീരിയൽ വെൽത്ത് പിതാക്കന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്നവർക്ക് മക്കൾക്ക് കിട്ടും, അല്ലെ കൊടുക്കും. ഇല്ലെങ്കിലും അതല്ല, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ വെൽത്താണ്. നമ്മളിലുള്ള കാലങ്ങളെ, താലന്തുകളെ നമ്മുടെ തലമുറയിലേക്ക് പകരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ചേരുന്ന, അതിനോടൊത്തു വരുന്ന ഒരു ചെറിയ കഥയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രായമുള്ള ഒരു പണിക്കാരൻ, ഒരു കോൺട്രാക്ടർ, താൻ ഉറപ്പുള്ള വീടൊക്കെ പണിയുന്നതിൽ വളരെ സമർത്ഥനായിരുന്നു. തൻ്റെ പണിയിൽ വളരെ സമർത്ഥനായിരുന്നു. കുറേ നാൾ ഈ വർക്ക് ചെയ്തിട്ട് തൻ്റെ മാനേജർ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇനി ഞാൻ ഈ വർക്ക് ചെയ്യുന്നില്ല, കുറേ നാളായിട്ട് ഞാൻ ഈ പണി ചെയ്യുകയാണ്, ഞാൻ ഒത്തിരി ഭാരത്തിലായിരിക്കുന്നു, ഒത്തിരി പ്രായമായി, അതുകൊണ്ട് എനിക്ക് ഈ പണി ഇനി തുടരാൻ കഴിയത്തില്ല, ഞാൻ എൻ്റെ രാജിക്കത്ത് തരികയാണ് എന്ന് പറഞ്ഞു. അപ്പം രാജിക്കത്ത് കൊടുത്ത ഉടനെ മാനേജർ ഉടനെ അത് സ്വീകരിച്ചില്ല. മാനേജർ പറഞ്ഞു, നീ ഇത്രയും നല്ലൊരു പണിക്കാരനാണല്ലോ, നീ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ അത് ശരിയാവത്തില്ല. എന്നിട്ടും ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മാനേജർ പറഞ്ഞു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവസാനമായിട്ട് നീ ഒരു വീട് കൂടെ പണിയുക. ഏതായാലും നീ വീട് പണിയുകയാണ്, അവസാനമായിട്ട് ഒരു വീടുകൂടെ പണിഞ്ഞിട്ട് നീ നിൻ്റെ ജോലി നിർത്തിപ്പോയ്ക്കോ. ലാസ്റ്റ് ഈ മനുഷ്യൻ മനസ്സില്ലാ മനസ്സോടെ ആ കാര്യം ഏറ്റെടുത്തു, വീട് പണിയാനായിട്ട് തുടങ്ങി. ഇതുവരെ വളരെ നന്നായിട്ട് വീട് പണിയാൻ സമർത്ഥനായിരുന്നു ആ മനുഷ്യൻ. പക്ഷേ ഈ സമയം ഒത്തിരി ഹറിബറിയായിട്ട് ചെയ്തതുകൊണ്ട് താൻ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് വലിയ നിലവാരമില്ലാത്ത സാധനങ്ങളൊക്കെ, നമുക്കറിയാം നമ്മളൊക്കെ വീട് പണിയുന്നവരാ, ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് വീട് പണിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഈ മനുഷ്യൻ പെട്ടെന്ന് വർക്ക് തീർത്തിട്ട് പോകേണ്ടതുകൊണ്ട് കിട്ടിയ സാധനങ്ങൾ നിലവാരമില്ലാത്ത മണല്, തടിയ്, അങ്ങനെയൊക്കെയുള്ള സിമൻ്റ് ഒക്കെ ഉപയോഗിച്ച് താൻ ഈ വീട് പണിതു. വീട് പെട്ടെന്ന് പണികളെല്ലാം തീർത്തു, പെയിൻ്റ് അടിച്ചു, ചാവിയൊക്കെ കൊണ്ടുവന്ന് ഈ മാനേജറുടെ കയ്യിൽ കൊടുത്തു. മാനേജർ വളരെ സന്തോഷത്തോടെ ആ ചാവി വാങ്ങി. ആ ചാവി വാങ്ങിയിട്ട് ഇവനോട് പറഞ്ഞു, കഴിഞ്ഞ 35-ൽ പരം വർഷങ്ങളായിട്ട് നീ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയല്ലേ, നിനക്ക് ഈ മനുഷ്യൻ വളരെ സാമ്പത്തികമായിട്ടും അധികം വലുതായിട്ടൊന്നും സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വയ്യാതെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ചാവി തിരിച്ച് ഈ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഈ വീട് എടുത്തു കൊള്ളുക, നാളെ മുതൽ നിൻ്റെ ഫാമിലി ഈ ഭവനത്തിൽ വന്ന് താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. ആ മനുഷ്യൻ മനസ്സില്ലാ മനസ്സോടെ ആ ചാവി കയ്യിൽ വാങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഈ താൻ ലാസ്റ്റിൽ പണി കഴിപ്പിച്ച വീട്ടിൽ താമസിക്കാൻ ആരംഭിച്ചു. ആ വീട്ടിൽ താമസിച്ചപ്പോൾ എന്നും രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ വളരെ കുറ്റബോധത്തോടെയാണ് താൻ എഴുന്നേൽക്കുന്നത്. ആ കുറ്റബോധം വരാൻ കാരണം താൻ ഉണ്ടാക്കിയ ജനൽ, കതക്, മറ്റ് കാര്യങ്ങളൊക്കെ, ആ വീട്ടിലെ ഫർണിച്ചേഴ്സൊക്കെ കാണുമ്പം തൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം വരികയാണ്. കാരണം തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ താൻ വിശ്വസ്തനായില്ല. നന്നായിട്ട് ചെയ്യാൻ തനിക്ക് കഴിയുമായിരുന്നു, പക്ഷേ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് താൻ കിട്ടിയത് നിലവാരം കുറഞ്ഞതൊക്കെ ഉപയോഗിച്ച് ആ വീട് പണിയാനിടയായി. അങ്ങനെ വീട് പണിതത് കാരണം ഈ വീട് കാണുമ്പോൾ തന്നെ ആ മനുഷ്യന് വിഷമം. ആ മനുഷ്യൻ ഓർക്കുകയാണ്, ഇത് തുടങ്ങുന്ന സമയത്ത് ആ മാനേജർ ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് നിനക്ക് വേണ്ടി പണിയിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയും നല്ലതായിട്ട് ആ വീട് പണിതെടുക്കാൻ തനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ അത് കഴിയാതെ പോയി. ആ ഒരു കുറ്റബോധം തനിക്ക് എന്നും ഉണ്ടായിരുന്നു. ആ ഒരു കുറ്റബോധം ഇന്ന് നമ്മളെ കേട്ട പ്രോഗ്രാമിലൊക്കെ അത് വന്നു. ആ കുറ്റബോധം നമുക്കുണ്ടാവാൻ പാടില്ല. ദൈവം തരുന്ന സമയങ്ങൾ, ദൈവം തരുന്ന 5 മിനിറ്റായാലും 10 മിനിറ്റായാലും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലിരുന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഭയിലുള്ളവർക്ക് വേണ്ടി, ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഒക്കെ, കഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് സമയം തന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ച്, നമ്മൾ ചിലപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കിച്ചണിലൊന്ന് പോയി പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്യമിക്കുമ്പോൾ കടന്നുപോയി പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വിടുതലായി മാറിയിട്ടില്ലേ? നമ്മുടെ ചിന്തകളിലൊന്ന് പുറകോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവം നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് അങ്ങനെയല്ലേ? നമ്മുടെ വല്യമ്മച്ചിമാരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവും അവർ കർത്താവിനെ അറിയാൻ ഇറങ്ങിത്തിരിച്ചതും ഒക്കെയല്ലേ നമ്മളെ ഈ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നാം ഒന്നുകൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അതിനായി സമർപ്പിക്കാം. അതിന് അവസാനം നമ്മൾക്ക് കർത്താവിന് ഇങ്ങനെയൊക്കെ പ്രതിഫലമൊക്കെ ചെയ്ത് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾക്കൊരു വാക്ക് കേൾക്കുവാൻ ഇടയാകും.
യജമാനൻ നമ്മളോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന്. ആ വിളി കേൾക്കുവാൻ, ആ വചനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ആദർശനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ മുന്നോട്ട് പോയിരിക്കുന്നല്ലോ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ CA പ്രോഗ്രാം ഇങ്ങനെ നടത്തപ്പെടുവാനൊക്കെ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ക്ഷമയോടെ ഇത്ര നേരം ഞങ്ങളെ ഇത് കാണുകയും എൻകറേജ് ചെയ്യുകയും ചെയ്ത എല്ലാ സഭാ അംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ പല പ്രോഗ്രാംസ് അവതരിപ്പിച്ചവർ, ലൈക്ക് പാട്ടുപാടിയവർ, ബൈബിൾ ക്വിസ്, അതുപോലെ ഫാമിലി സോങ്, ഓർഡർ ഓഫ് ബുക്സ്, സാംസ്, എല്ലാം ഞാൻ പൊതുവിൽ പറയുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ വ്യത്യസ്തമായി ഭാവനകളൊക്കെ അവതരിപ്പിച്ച പ്രത്യേകിച്ചും പാസ്റ്റർ ആൻഡിയുടെയൊക്കെ അതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗ്രൂപ്പ് സോങ് ഒക്കെ നന്ദി പറയുന്നു. അതുപോലെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചെയർപേഴ്സൺ CAയുടെ പ്രോഗ്രാമിൽ വരുന്നത്. ജോളി ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ തോട്ട്സ് ഫോർ ദി യൂത്ത്, താങ്ക് യു സോ മച്ച്. അതുപോലെ പാസ്റ്റർ ആൻറ്റിയും എനിക്ക് തോന്നുന്നത് പോകുന്നതിന് മുമ്പേ അവസാനമുള്ള CA പ്രോഗ്രാം ആയിരിക്കും. ഞങ്ങളെ വളരെയധികം സ്നേഹവും കടപ്പാടും നിങ്ങളോട് അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു എവ്രി വൺ.